ഹലോ ഗൈസ്, ആട് 3 ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്ര എൻജോയ് ചെയ്ത് ഇത്ര ചിരിച്ച ഒരു സിനിമ കാണുന്നത്. നമ്മൾ ലാസ്റ്റ് പ്രേമലൊക്കെയാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്ര ഒരു എൻജോയ്മെന്റ് ഒരു പടം വന്നത് ആദ്യമായിട്ടാണ്. ആട് 3 റിവ്യൂ റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ മിഥുൻ മാനുവൽ തോമസ്. നമുക്കറിയാം ഭയങ്കര വേസറ്റൈൽ ആയിട്ടുള്ളൊരു ഡയറക്ടറാണ് ആള്. ഇപ്പൊ മലയാളത്തിൽ തന്നെ ത്രില്ലർ ജോൺറയിലൊരു മൈൽ സ്റ്റോൺ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്ന ഒരു പടമാണ് അഞ്ചാം പാതിര. പിന്നെ ഹൊററിലാണ് ഫീനിക്സ്. മാസ് മസാല ജോൺർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ടർബോ. ഇതെല്ലാം മിഥുൻ മാനുവൽ തോമസ് വർക്ക് ചെയ്തിട്ടുള്ള ഫിലിംസ് ആണ്. സ്ക്രീൻ റൈറ്ററായിട്ടും ഡയറക്ടറായിട്ടൊക്കെ ആള് തന്നെയാണ്. നമ്മുടെ മലയാളത്തിലെ ഒരു ഹ്യൂമർ ജോൺറയിൽ വരുന്ന ഒരു ടോപ്പ് 10 മൂവീസ് എടുത്താൽ അതിനകത്ത് ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഒരു മൂവിയാണ് ഈ ആട് 3. അപ്പൊ അത്ര വേസ്റ്റൈലായിട്ട് എടുക്കാൻ കഴിവുള്ളൊരു വളരെ ചുരുക്കം ഡയറക്ടേഴ്സിൽ ഒരാളാണ് മിഥുൻ മാനുവൽ തോമസ്. ഇതിൽ സ്റ്റോറിയുടെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാം ആട് 1ഉം 2ഉം പോലെയല്ല. ഇതിനകത്ത് കുറച്ച് ടൈം ട്രാവലിംഗ്, ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലായി കാണും. ടൈം ട്രാവലിംഗ് അങ്ങനത്തെ ഒരു കാര്യങ്ങളോടെ ചേർത്തൊരു ജോൺറ ഷിഫ്റ്റ് പടം നടത്തുന്നുണ്ട്. ആ ഒരു ടൈം ട്രാവലിങ്ങിന്റെ അതിന്റെ ലോജിക്കൽ കാര്യങ്ങളായാലും അതിന്റെ ബാക്കി എല്ലാതിന്റെ ആ സ്ക്രീൻ പ്ലേ ഒക്കെ പക്കയായിരുന്നു. കാരണം നമ്മൾ അതിന്റെ ഓവറായിട്ട് ലോജിക്ക് നമ്മൾ ചിന്തിക്കാൻ പോകില്ല. അതിനുള്ള സമയം നമുക്ക് കിട്ടില്ല. കാരണം പടം പടം പോവാം. അത് നമുക്ക് നമ്മൾ ചിരിച്ച് എൻജോയ് ചെയ്ത് കാണേണ്ട ഇടയ്ക്ക് നമ്മൾ അതിന്റെ ലോജിക്കോ അതെന്താ ഇങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ പോകില്ല. എനിക്ക് അതിന് ഓവറായിട്ട് ലോജിക്കൽ മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയിട്ടില്ല. സ്ക്രീൻ പ്ലേയുടെ കാര്യത്തിൽ അടിപൊളിയായിരുന്നു. നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. നല്ല സമയം എടുത്ത് നൈസായിട്ട് എഴുതിയിട്ടുണ്ട്. അല്ലാണ്ട് വെക്കുന്ന ഒരു മൂന്നാം പാട്ട് ഉണ്ടാക്കാന്നുള്ള രീതിയിൽ തട്ടിക്കൂട്ടി എഴുതിയൊരു സ്ക്രീൻ പ്ലേ അല്ല. അതിന്റെ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട്. തിരക്കഥയിൽ എന്തായാലും പടത്തിൽ കാണാനുണ്ട്. ആള് തന്നെ ഒരു റോളും ചെയ്തിട്ടുണ്ട്. ഒരു ന്യൂസ് റിപ്പോർട്ടറെ ചെറിയൊരു 5-6 സെക്കൻഡ് തന്നെ ചെറിയൊരു കട്ടാളും ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസർ ബൈ സർബത്ത് ഷമീർ, ഫ്രൈഡേ ഫിലിം ഹൗസ്. ആളുടെ കൂടെ വേണു കുന്നപ്പള്ളി. കാരണം നമുക്കറിയാം 2 പ്രൊഡ്യൂസേഴ്സ് 1നും 2നും ഫ്രൈഡേ ഫിലിം ഹൗസ് തന്നെയായിരുന്നു. ഇപ്പൊ തേർഡ് പാർട്ടിലേക്ക് വന്നപ്പോഴത്തേനും പുതിയൊരു പ്രൊഡ്യൂസറോട് കൊളാബ് ചെയ്തിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. നമുക്ക് ഫിലിം കണ്ടാൽ മനസ്സിലാവും. ലാർജ് സ്കെയിലുള്ള ഫിലിമാണ്. നല്ല പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്ന ഒരുപാട് സെറ്റും കാര്യങ്ങളും. പടം നമുക്കറിയാം ടൈം ട്രാവലിംഗ് ആണ്. പല പീരീഡിലുള്ള ഇതാണ് കാണിക്കുന്നത്. പഴയ കാലവും പ്രസന്റും ഫ്യൂച്ചറും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരുപാട് സെറ്റ് ഒരുപാട് ഇടേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഒരുപാട് ലൊക്കേഷൻസും പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരുപാട് കൂടിയുണ്ട്. 2 പ്രൊഡ്യൂസേഴ്സിന്റെ കൊളാബിലാണ് ഫിലിം ഇറങ്ങിയിരിക്കുന്നത്. പ്രൊഡക്ഷൻ നമുക്ക് ഒരിടത്തും ഒരു തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അത്ര അടിപൊളിയായിട്ട് സെറ്റിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കേസ് ചെയ്യാൻ പറയാം. അതിന്റെ പ്രൊഡക്ഷന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നമുക്ക് തെറ്റ്, ഒരിടത്തും നമുക്കൊരു അത് കുറച്ചുകൂടെ നന്നാക്കായിരുന്നു എന്നൊരു ഫീൽ വരില്ല. അത്ര അടിപൊളിയായിട്ടാണ് പ്രൊഡക്ഷന്റെ ഭാഗം നോക്കിയിരിക്കുന്നത്. പിന്നെ ഇതിലെ സോങ്സും ഒറിജിനൽ സ്കോറും നമുക്ക് ഷാൻ റഹ്മാൻ ആയിരുന്നു ഫസ്റ്റിലും സെക്കൻഡിലും. ഇത് ഷാൻ്റെ കൂടെ ഡോൺ വിൻസെന്റും കൂടെ ഈ പുതിയ സ്കോറെല്ലാം ഈ 3യിൽ മാത്രമുള്ള സ്കോറെല്ലാം ചെയ്തിരിക്കുന്നത് ഡോൺ വിൻസെന്റ് ആണ്. സ്കോറും എല്ലാം നൈസായിരുന്നു. കാരണം പഴയ BGM നമുക്കെല്ലാം ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് കുറച്ചുകൂടെ മിക്സ് ചെയ്തിട്ട് ഒക്കെ അടിപൊളിയായിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ക്യാമറ അഖിൽ ജോർജ്. നമുക്കറിയാം പടം നടക്കുന്ന ഒരു വില്ലേജ് ഏരിയ അല്ലേ. അപ്പൊ വില്ലേജ് ഏരിയയുടെ ആ ഒരു ഭംഗിയെല്ലാം അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നൈസായിരുന്നു. ക്യാമറ എല്ലാം നൈസായിരുന്നു. പിന്നെ എഡിറ്റിംഗ് കട്ട്സ് ലിജോ അപ്പോൾ ആളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിലെ ഏറ്റവും മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട പടത്തിന്റെ ആർട്ട് ടീം നമ്മൾ നല്ലൊരു അപ്രിസിയേഷൻ കൊടുക്കണം. കാരണം ഇതിന്റെ ഒരു ഫ്യൂച്ചർ കാണിക്കുന്നുണ്ട് പടത്തിലെ. ഒരു 2050 അങ്ങനെ എന്തൊരു കാലഘട്ടം കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഇന്ദ്രൻസ് ആയിട്ടുള്ളൊരു സീക്വല് അതൊക്കെ അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഈ ലെവലിലേക്ക് ഈ പടം പോയോ എന്നുള്ളൊരു നമുക്ക് തോന്നിപ്പോകും. കാരണം അതിനകത്ത് സെറ്റിങ്, അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കോസ്റ്റ്യൂംസും എന്തൊക്കെയോ മെഷീൻസ് കാണിക്കുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ പാസ്റ്റില് 1790 കാലഘട്ടങ്ങളിൽ അന്നത്തെ വില്ലേജും കാര്യങ്ങളും കുതിരയും അതിനകത്ത് യുദ്ധവും കാര്യങ്ങളും അതൊക്കെ നൈസായിരുന്നു. കോസ്റ്റ്യൂംസും കാര്യങ്ങളും എല്ലാം നമുക്കൊരു പ്രത്യേകിച്ച് ഒരു പീരിയോഡിക് പടം കാണുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആർട്ട് മൊത്തത്തിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ മെയിൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ടൈം ട്രാവലിംഗ്. നമുക്ക് ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും. ആ നാട്ടിലൊരു പാലം, ആ പാലത്തിന്റെ അടിയിൽ പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ കാലത്ത് ടൈം ട്രാവലിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ കുഴിച്ചിടുന്നു. ആ മെഷീൻ എടുക്കാൻ വേണ്ടി പലരും വരുന്നു. അതിനകത്ത് ഷാജി പാപ്പനും ഡ്യൂഡും എല്ലാവരും വരുന്നു ആ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫസ്റ്റിലും സെക്കൻഡിലും ആ സെയിം പാറ്റേൺ തന്നെ. ഫസ്റ്റിൽ നീലക്കൊടുവേലി, സെക്കൻഡിൽ കമ്മട്ടം. ഇതിൽ ടൈം ട്രാവലിംഗ് ചെയ്യുന്ന ഒരു മെഷീൻ എന്തോ പേര് പറയേണ്ടത്, എന്തോ സ്റ്റാർഡസ്റ്റോ അങ്ങനെ എന്തോ പറയേണ്ടത്. ഇതിലാണ് കഥ പിന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതാണ് എന്റെ മെയിൻ കഥ. പിന്നെ ഇതിനകത്ത് എടുത്തു പറയുന്ന ഡയലോഗ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ഓരോ ചെറിയ ഡയലോഗിലും തിയേറ്റർ ഫുള്ളിരുന്ന് ചിരിക്കുക. ഞാൻ കണ്ട തിയേറ്ററിന് കുഴപ്പമാണെന്ന് അറിയാൻ പാടില്ല. ഓരോ ഡയലോഗും തുടക്കം പടത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഒരു ചെറിയൊരു കോട്ട എഴുതി കാണിക്കുന്നുണ്ട്. ഷാജി പാപ്പൻ എന്ന് പറയുന്നുണ്ട്. ആ കോട്ട് മുതൽ പടത്തിന്റെ ക്ലൈമാക്സില് പ്രൊജക്ടർ ഓഫ് ആവുന്ന ഒരു ചിരി, അങ്ങനെ ചിരി ഒരുപാട്. എല്ലാ ഡയലോഗ്സും കാരണം ഇവര് നമുക്ക് അറിയാമല്ലോ, ജയസൂര്യ ആയാലും ധർമ്മജൻ അങ്ങനെ എല്ലാവരും നല്ല കോമഡി, റിയൽ ലൈഫിൽ നല്ല കോമഡി പറയുന്നവരാ. അപ്പൊ അവരെല്ലാരും കൂടെ ഇവർ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ ഡയലോഗ്സ് എല്ലാവരും ഇവർ ചർച്ച ചെയ്ത് ഇവരും എല്ലാവരും കൂടി ആലോചിച്ച് അങ്ങോട്ടും കൂടെ ഷെയർ ചെയ്തിട്ടാണ് ഡയലോഗ്സ് എല്ലാം ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി ഇത് കാണാനുണ്ട്. കാരണം
എല്ലാ ചെറിയ ചെറിയ ഡയലോഗിൽ അത്ര ചിരി തന്നെയുണ്ട്. തിയേറ്റർ ഫുള്ളിരുന്ന് ചിരിക്കുക. ഇതിനകത്ത് പിന്നെ നമ്മൾ കേൾക്കാത്ത കുറേ ഡയലോഗ് ഉണ്ട് ഇതിനകത്ത്. കാരണം ഞാൻ പകുതി ഡയലോഗും കേട്ടില്ല പടത്തിന്റെ തിയേറ്ററിലെ ചിരി കാരണം. ചെറിയ ചെറിയ ഡയലോഗ്, ചെറിയ നമ്മളിപ്പോൾ എന്താ പറയുക, എന്ത് വാക്ക് പറയും, ചെറിയ നമ്മളിപ്പോൾ പറഞ്ഞിട്ട് പോകുമ്പോഴത്തേന് ചെറിയൊരു ഡയലോഗ്, ചെറിയൊരു ബിറ്റായിരിക്കും. അതായത് വളരെ ലൈറ്റായിട്ട് നമ്മൾ OTT ഇറങ്ങി കണ്ടാലായിരിക്കും കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഡയലോഗൊക്കെ എല്ലാം ഭയങ്കര അന്യ കൗണ്ടർ. നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. ഭയങ്കര ഇന്നർ ഡെപ്തുള്ള കുറേ ഡയലോഗൊക്കെ ഉണ്ട്. പിന്നെ പെർഫോമൻസസ്, ഷാജി പാപ്പൻ, ജയസൂര്യ, ആളെ എങ്ങനെയാണ് ഫസ്റ്റിലും സെക്കൻഡിലും എങ്ങനെയാണ് ആ സെയിം മാനറസും സെയിം ഡയലോഗ് ഡെലിവറിയും സെയിം ലുക്സും കാര്യങ്ങളും മൈന്യൂട്ട് കാര്യങ്ങളെല്ലാം സെയിം ആയിട്ട് പിടിച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഇതിനകത്ത് കുറെ കാസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് സെക്കൻഡ് അല്ല, ഒരുപാട് കാസ്റ്റ് പടത്തിലുണ്ട്. ഫസ്റ്റിലുള്ളവർ കൂടാണ്ട് കുറെ പേരുണ്ട്. ഏതോ ഒരു ഹോളിവുഡിൽ നിന്നൊക്കെ, ഹോളിവുഡ് അല്ല, ഒരു ഇംഗ്ലീഷിൽ നിന്ന് ഒരു ആക്ട്രസ് ഒക്കെ ഉണ്ട്. അവരൊക്കെ അടിപൊളിയാണ്. നമുക്ക് ഫീൽ ചെയ്യും ഒരു അസാസിൻ പോലെയൊക്കെ ഒരു ക്യാരക്ടർ. അവരൊക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് നല്ല രസമുണ്ടായിരുന്നു. അവരുടെ തന്നെ പാസ്റ്റും ഉണ്ട് പ്രസന്റും ഉണ്ട്, രണ്ടും നൈസായിരുന്നു. പിന്നെ ഡ്യൂഡ്, അങ്ങനെ എടുത്തു പറയാൻ കുറെ പേരുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് വേറെ കാസ്റ്റ് ഫുക്രും കുഴപ്പമില്ല, വലിയ റോളൊന്നും ഇല്ല, ചെറിയ സൈഡ് റോളാണ്. ആള് വേറെ മോശമൊന്നും ആക്കിയില്ല, അധികം ഡയലോഗൊന്നും ഇല്ല, വളരെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് ബാക്കി എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ആരും മോശം എന്ന് പറയാനൊന്നുമില്ല. എല്ലാവരും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ചിരിച്ച് എൻജോയ് ചെയ്ത് കൂടുതൽ ലോജിക്കും കാര്യങ്ങളും ഒന്നും ചിന്തിക്കാണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ പോയി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം ഇതെന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോയി ഇഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് മിനിമൽ ഒരു ഇതിൽ ഈ പടം ഇങ്ങനെയാണ്, ഫസ്റ്റും സെക്കൻഡും എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടി മേളിൽ നിൽക്കുന്നൊരു സിനിമയാണ് ഇത് ലോജിക്കൽ വൈസ്. അപ്പം നിങ്ങൾ അങ്ങനെ അധികം ലോജിക്കൊന്നും ചിന്തിക്കാണ്ട് നിങ്ങൾ ജസ്റ്റ് എൻജോയ് ചെയ്യാനും ചിരിക്കാനും വേണ്ടിയിട്ട് സിനിമ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പൊ എനിക്ക് നല്ലപോലെ സിനിമ വർക്കായി. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. അപ്പൊ ഇതുപോലുള്ള സിനിമകളുടെ റിവ്യൂസ് എത്രയും വേഗം അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.